10ാം ക്ലാസ് +2 ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഒരുപാട് അവസരങ്ങളാണ് 2025 PSC നോട്ടിഫിക്കേഷനുകളിൽ വന്നിട്ടുള്ളത്. ഡിഗ്രി യോഗ്യതയുള്ളവർക്കായിട്ട് SI, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകളും, CPO, WCPO, ഫയർമാൻ പോലുള്ള യൂണിഫോം പോസ്റ്റുകളും, ഡ്രൈവർ പോസ്റ്റുകളും, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ASM പോലുള്ള പരീക്ഷകളുമാണ് 2025 നമ്മളെ കാത്തിരിക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഒരു കിടിലൻ റിപ്പബ്ലിക് ഡേ ഓഫറുമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഈ വരുന്ന ജനുവരി 25, 26, 27 തീയതികളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കോഴ്സുകൾക്കും 30% ഓഫർ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കോഴ്സുകളെ കുറിച്ചും ബാക്കി ഡീറ്റെയിൽസും അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പൊ 2025 നടക്കുന്ന PSC എക്സാമിനെ കുറിച്ച് എല്ലാവർക്കും അത്യാവശ്യം ധാരണയൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ പോലും ഈ വർഷം നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസ് ഏതൊക്കെയാണ്, ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാംസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഇവിടെ തന്നിട്ടുള്ളത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, 051/2024 എന്നുള്ളത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഒരു NCAയുടെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ബാക്കിയുള്ളതെല്ലാം എന്താണ്? റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ 276/2024 റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആണ്. അടുത്തത് 443/2024 എക്സൈസ് ഇൻസ്പെക്ടർ NCA ആയിരുന്നു. 444/2024 എക്സൈസ് ഇൻസ്പെക്ടർ, അതും NCA ഫോർ SSC/CCക്ക് ആയിരുന്നു. 445/2024 അതും എന്താണ്? NCA ഷെഡ്യൂൾഡ് കാസ്റ്റിനുള്ള NCA നോട്ടിഫിക്കേഷൻ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇത് അപ്ലൈ ചെയ്യുന്നവർക്കെല്ലാം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്തവരുടെ എല്ലാം ഏകദേശം എക്സാം ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നോക്കുക, ഇപ്പം നമുക്ക് നിലവിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ. നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ യോഗ്യതയുള്ളവര് അവർ ഇതിനോടകം അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ 29ാം തീയതിക്ക് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അത് ഏതൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 508/2024 നമുക്കറിയാം മെയിൻ ആയിട്ട് ഏതാണ്? SI എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക്, സബ് ഇൻസ്പെക്ടർ എന്ന പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അത് പല ടൈപ്പാണ്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ നോക്കുക, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. 508/2024, 509/2024 ഈ രണ്ട് നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. നെയിം ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആംഡ് പോലീസ് ബറ്റാലിയൻ ആണ്. ഇവിടുത്തെ സാലറി സ്കെയിൽ ഒന്നും പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു നോട്ട് തന്നിട്ടുണ്ട്. എന്താണ് ഇത്? ആംഡ് പോലീസ് ബറ്റാലിയൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല? അതായത് വിമണ്ണും അതുപോലെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ഈ ഒരു ആംഡ് പോലീസിലെ SI സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് നമുക്കറിയാം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇതിൽ കാറ്റഗറി നമ്പർ 508/2024 എന്നുള്ളത് എന്താണ്? ഓപ്പൺ മാർക്കറ്റ് ആണ്. അതായത് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ നിശ്ചിത യോഗ്യതയുള്ള പുരുഷന്മാർക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നോക്കുക, കാറ്റഗറി നമ്പർ 509/2024 എന്ന് പറയുന്നത് എന്താണ്? അതായത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫ്രം എമോങ് ദ ഗ്രാജുവേറ്റ് ഹെഡ് കോൺസ്റ്റബിൾ, പോലീസ് കോൺസ്റ്റബിൾ ആൻഡ് ഓഫീസേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് റാങ്ക് ഇൻ പോലീസ് ഓർ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇതേ പോസ്റ്റിലേക്ക് തന്നെ ഈ ഒരു, അതായത് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ള ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് മാത്രമാണ് അത് എന്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ? കാറ്റഗറി നമ്പർ 509/2024 എന്ന് പറയുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസിൽ ഇരിക്കുന്നവർക്ക്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ മാർക്കറ്റ്, അതായത് നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്കുള്ള ഏജ് ലിമിറ്റ് എത്രയാണ്? 20 to 31. അതായത് ഇവിടെ കറക്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 2/1/1993 1/1/2004 ഇടയിൽ, അതായത് ആ ഡേറ്റും കൂടി ഉൾപ്പെടെ അതിനിടയിൽ ജനിച്ചവരായിരിക്കണം എങ്കിൽ മാത്രമാണ് അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞ സർവീസിലുള്ളവരുടെ ഡേറ്റും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റ്
പോസ്റ്റ് ആണ് ഇത് പുരുഷന്മാർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ഡേറ്റും അതുപോലെ തന്നെ നമുക്കറിയാം അല്ലെ, ഇതൊരു ഫോഴ്സിന്റെ എക്സാം ആയതുകൊണ്ട് തന്നെ ഫിസിക്കലും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. അതൊക്കെ ഓക്കെ ആകുന്നവര് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമുക്കറിയാം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്? SI പോസ്റ്റിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? എനി ഡിഗ്രി ആണ്. ഏതെങ്കിലും ഒന്നിൽ എന്താണ്? ഡിഗ്രി പാസ് ആയിരിക്കണം അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് നോക്കുക, കാറ്റഗറി നമ്പർ 510/2024, 512/2024. ഇതും എന്ത് തന്നെയാണ്? പോലീസ്, അതായത് കേരള സിവിൽ പോലീസിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അവിടെ എന്താണ്? അവിടെ ആർക്ക് വേണേലും നോക്കുക, വുമൻ കാൻഡിഡേറ്റ്സ് ആർ ഓൾസോ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? സ്ത്രീകൾക്കും അപേക്ഷിക്കാനായിട്ട് പറ്റും. അതായത് കേരള പോലീസിലേക്കുള്ള SI പോസ്റ്റിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ആംഡ് പോലീസ് ആവുമ്പോൾ അവിടെ പുരുഷന്മാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വേക്കൻസി എന്ന് പറയുന്നത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. അവിടെയും എങ്ങനെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ആണ്. ഇവിടെ നോക്കുക, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇവിടെയും 3 നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അതായത് 510/2024 എന്നുള്ളത് ജനറൽ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ബാക്കി എന്താണ്? 511/2024, 512/2024 സർവീസിൽ ഇരിക്കുന്നവർക്കുള്ളതാണ്. അതിൽ 511/2024 എന്നുള്ളത് എവിടെ നിന്നുള്ളവരാണ്? മിനിസ്റ്റീരിയൽ സ്റ്റാഫ്, പോലീസ് ആൻഡ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്സ്, ഫിംഗർ പ്രിന്റ് സെർച്ചേഴ്സ് ഓഫ് ദ ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഹു ഹാഡ് കംപ്ലീറ്റഡ് 2 years ഓഫ് സർവീസ് ഇൻ പോലീസ് ഓർ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലൊക്കെ 2 വർഷം സേവനം കംപ്ലീറ്റ് ചെയ്തവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 512/2024 ആണെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ, അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ ആൻഡ് ഓഫീസേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് റാങ്ക് ഇൻ പോലീസ് ആൻഡ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇതിന് കീഴിലുള്ളവർക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം SI പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഇതും എന്താണ്? ഇതുപോലെ തന്നെയാണ് ഏജ് എന്ന് പറയുന്നത്. നോക്കുക, കാറ്റഗറി 1ന് ഏജ് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ ഇനിയും ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഒരുപാട് പേരുടെ ഒരു സ്വപ്ന ജോലിയാണ് അല്ലെ കാക്കി എന്ന് പറയുന്ന യൂണിഫോം. പ്രത്യേകിച്ച് SI എന്ന് പറയുന്ന പോസ്റ്റ് ഒക്കെ ഒരുപാട് പേര് മനസ്സിൽ സ്വപ്നം കൊണ്ട് നടക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പൊ അതിലേക്കുള്ള ഒരു അവസരമാണ്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യുക. നല്ല രീതിയിൽ പഠനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു എന്നുള്ള കാര്യം. നമുക്ക് പല വീഡിയോസിൽ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പലരും അതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ആ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിനോടൊപ്പം ബൈ ട്രാൻസ്ഫർ ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പോസ്റ്റും കൂടെ അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അതായത് 576/2024, 577/2024. ഇത് രണ്ടുമാണ് ആ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? നോക്കുക, 577/2024 എന്നുള്ളത് എന്താണ്? മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ബൈ ട്രാൻസ്ഫർ ഫ്രം ലോ പെയ്ഡ് എംപ്ലോയീസ്. അതായത് സർവീസിൽ ഇരിക്കുന്നവർക്ക് ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാം എഴുതണമെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ബൈ ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിഗ്രി ലെവല് ഇനി വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഫോഴ്സിന്റെ എക്സാമും അതുപോലെ തന്നെയുള്ളത് ഏതാണ്? നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാം ആണ്. അപ്പൊ ആരെങ്കിലും അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഇനി അപ്ലൈ ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിൽ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മറക്കരുത്, January 29 ആണ്. ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ
മതി. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിങ്ങൾ പലതവണ കണ്ടിട്ടുള്ളതായിരിക്കും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 75 ഡേയ്സിന്റെ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെയും ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ്? ലാസ്റ്റ് ഡേറ്റ് ജനുവരി 29 അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ളവർ അപ്ലൈ ചെയ്യുക. പഠനം തുടങ്ങിയിട്ടില്ലാത്തവർ നല്ല രീതിയിൽ പഠനം സ്റ്റാർട്ട് ചെയ്യുക. അതും ഇതുപോലെ തന്നെ CCയിൽ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാം, നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക, അപ്ലൈ ചെയ്തവർ നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങളുടെ ജോലിയിലേക്ക് എത്തുന്നവരെ നിങ്ങൾ പഠനം തുടരുക കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.